ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ദിവ്യ, പരിക്ക് പറ്റിയ ആളുകളെ ഇപ്പോൾ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരിപ്പോൾ മൂന്നാറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വിവരങ്ങൾ പുറത്ത് അറിയുന്നത്. കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 45 പേരോളം ബസ്സിലുണ്ടായിരുന്നതായും പറയുന്നുണ്ട്. എക്കോ പോയിന്റിലാണ് ഇവരെ എത്തിയത്. മാട്ടുപ്പെട്ടിക്ക് സമീപം എക്കോ പോയിന്റിൽ സമീപത്ത് വെച്ചാണ് ഈ ബസ് മറിയുകയും ചെയ്തത്. ഈ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞത്. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ, ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ടാക്സി ഡ്രൈവർമാർ, അവരെല്ലാവരും ചേർന്ന പോലീസുകാരും അതിന് പിന്നീട് ശേഷം എത്തി. അവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ ഈ മൂന്നാർ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്. 2 പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവരെ ഇപ്പോൾ മൂന്നാറിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇടുങ്ങിയ റോഡുകളുള്ള ഒരു പ്രദേശമാണ്. മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. അതിൽ മാട്ടുപെട്ടി കഴിഞ്ഞാൽ അല്പസമയം ഒരു വനത്തിനോട് സമാനമായിട്ടുള്ള ഒരു പ്രദേശത്തുകൂടി വേണം യാത്ര ചെയ്യാൻ. ആ ഭാഗത്താണ് ഈ എക്കോ പോയിന്റ് ഉള്ളത്. നിരവധി വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശമാണ്. ഇടുങ്ങിയ റോഡാണ്, കയറ്റിറക്കങ്ങൾ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇത് വരുമ്പോൾ ഒരുപക്ഷെ വാഹനത്തിൽ സൈഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെടുകയോ ചെയ്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ പരിക്ക് പറ്റിയ ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് മൂന്നാറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 പേർ മരിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനാവുക. സിജോ, അപകടമുണ്ടായത് അതുവഴി പോയ മറ്റ് വിനോദസഞ്ചാരികളാണോ പോലീസിനെ അറിയിച്ചത്? മാട്ടുപ്പെട്ടിയിൽ നിന്ന് മൂന്നാറിലേക്ക് വന്ന സഞ്ചാരികൾ, നാട്ടുകാരിൽ ചിലരാണ് ഇത്തരത്തിൽ ഈ വിവരം പോലീസിനെ അറിയിച്ചത്. അതിനുശേഷമാണ് പോലീസിന്റെ വാഹനം അങ്ങോട്ട് ചെന്നത്. ഈ നാട്ടുകാർ വിവരം അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്തത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ടാക്സി ഡ്രൈവർമാർ, ജീപ്പ് ടാക്സി ഡ്രൈവർ, വിനോദസഞ്ചാരികളുമായി വന്നവർ ഉണ്ട്. അവരെ കാത്തുകിടക്കുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ ഉണ്ട്. മറ്റു വാഹനങ്ങളിൽ എത്തിയ ആളുകളുണ്ട്. അവരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവിടുത്തെയുള്ള കച്ചവടക്കാരുണ്ടോ, ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ചേർന്ന് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് മൂന്നാറിൽ നിന്ന് പോലീസ് സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവരുടെ സഹകരണത്തോടുകൂടിയാണ് പിന്നീട് കൂടുതൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ മാട്ടുപ്പെട്ടിയിലേക്ക് പോയിട്ടുമുണ്ട്. അവിടുന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. സിജോ, 2 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ എവിടെ നിന്നുള്ളവരാണ്? അവരുടെ പേര്, വിവരങ്ങളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ വിനോദയാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവരിൽ 2 വിദ്യാർത്ഥികളാണ് മരിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിന് മക്കാറ്റിന്റെ സ്ഥിരീകരണത്തോടെ നമുക്ക് വാർത്ത പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ മാട്ടുപ്പെട്ടിയിൽ എക്കോ പോയിന്റിന് സമീപത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കന്യാകുമാരിയിലുള്ള വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എത്തിയ ബസ്സാണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥിരം ഒരു അപകട മേഖലയാണോ അത്? നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞതാകാനാണോ സാധ്യത? സ്ഥിരം ഒരു അപകട മേഖല എന്ന് പറയാനാകില്ലെങ്കിലും അപകട സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ പ്രദേശത്ത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇടുങ്ങിയ ഒരു മേഖലയാണ്. ഇടുങ്ങിയ റോഡുകളുള്ള പ്രദേശമാണ്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും ആ ഒരു സാധ്യത, നിരവധി വാഹനങ്ങൾ വന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ
ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ റോഡിന്റെ വശങ്ങളിലായി പാർക്ക് ചെയ്യുന്നത് നമുക്ക് സ്ഥിരം കാണാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ എക്കോ പോയിന്റിൽ പോകുന്നതിനിടയിൽ ആ ഭാഗത്തായിട്ട് ആയിരിക്കാം ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കാം. ഏത് രീതിയിലാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ കഴിയുക. യെസ്, തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിന് സമീപമാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചത്. പരിക്കേറ്റവരെ മൂന്നാറിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച 2 പേരും കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെന്നാണ് അറിയാൻ കഴിയുന്നത്. കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥി വിനോദയാത്രാ സംഘമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വേണം കരുതാൻ. കാരണം ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ തന്നെയാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. മൂന്നാറിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബസ്സിലുണ്ടായിരുന്നവരെ. വിവരങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.